നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതെങ്ങനെ ചേട്ടന്റെ കയ്യിൽ കിട്ടി? ആതിരയുടെ പ്രാർത്ഥന കേട്ട് ഈശ്വരൻ കൊണ്ടുവന്ന് തന്നതാ. കളിപ്പിക്കാത്ത സത്യം പറ ചേട്ടാ. ഇന്നലെ നടന്ന മല്ലയുദ്ധത്തിനിടയില് മണ്ണില് വീണ് കാണും. ഒരു ചെറിയ കുട്ടി അതെടുത്ത് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഞാൻ കരുതി ആതിര എന്നോടുള്ള ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞതാണെന്ന്. ഞാൻ ഒരുപാട് വിഷമിച്ചു. ഇപ്പൊ തോന്നുന്നു ഈ മോതിരം എന്റെ കയ്യിൽ സുരക്ഷിതമായി എത്തിച്ചത് സാക്ഷാൽ ഭഗവതിയാണെന്ന്. തരൂ മോതിരെന്താ? അങ്ങനെ തരാൻ പറ്റില്ലല്ലോ. ആ വിരലൊന്നും നീട്ടിയേ. ഒരിക്കലും അണിയിച്ചത് ഞാനല്ലേ, അപ്പോ വീണ്ടും ഞാൻ തന്നെ അണിയിക്കാം. ഇപ്പൊ നമ്മുടെ വിവാഹ നിശ്ചയം ഡബിൾ സ്ട്രോങ് ആയി. കുറ്റിയിട്ടിരിക്കുകയാണോ? ഇല്ലത് എവിടെ പോയതാ? ഹരീഷ്ണ, ഹരീഷ്ണ, ഹരി, ഹരി. ശിവദാസനെ എവിടുന്ന് കിട്ടി? സുഖമല്ലേ ശിവ? സുഖമായിരിക്കുന്നു. എവിടെ പോയതാ മൂന്നാളും കൂടി? അമ്പലത്തിൽ പോയതാ. ഓ അത് ശരി. എന്താ ശേഖര, വാതില് തുറക്കുന്നില്ലേ? അത് ശരി. അപ്പൊ കഥകം പൂട്ടിട്ടാണോ നിങ്ങൾ മുന്തിരിക്കണ അമ്പലത്തിൽ പോയത്? താക്കോല എവിടെ? ഹരി അകത്തുണ്ടല്ലോ. അവനോട് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ പോയത്. നിന്നോടും പറഞ്ഞിരുന്നല്ലോ. ഹരി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ലോക്ക് ചെയ്തത്? ലോക്കൊന്നും ചെയ്തില്ല ശേഖര. ഹരി ഉണ്ടായിരുന്നു മുറിയില്. അവനോട് പറഞ്ഞിട്ട് വാതില് ചാരിയിട്ടാ പോയത്. മോളെ ബെല്ലം നടിച്ചേ. അവൻ വാതില് കുറ്റിയിട്ട് ചിലപ്പോ ഉറങ്ങിക്കാണും. ആതിര ഇങ്ങോട്ട് വന്നതാണല്ലോ. അത് ശരിയാ. ഇങ്ങോട്ട് വരുന്നു പറഞ്ഞില്ലേ അവള്? നീ രണ്ടുപേരും കൂടെ പുറത്തെങ്ങാനും പോയി കാണോ? അങ്ങനെ ആയിരിക്കും. ഹരീഷ്ണ, ഹരീഷ്ണ. അയ്യോ, എല്ലാരും വന്നല്ലോ. ഇനി എന്താ ചെയ്യാ? ഞാൻ റൂമിനകത്ത് പോവാം. നീ ചെന്ന് കഥ തുറക്ക. ആരെങ്കിലും ചോദിച്ചാ എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അല്ല, ആരും ഇല്ലാത്തോണ്ട് കഥ കുറ്റിയിട്ടാണെന്ന് പറ. അത് ഹരിച്ചേട്ടാ. ആ ആതിര മോളെ, ഹരി എവിടെ? ഇല്ല, ഞാൻ കണ്ടില്ല. അപ്പൊ ഹരീഷ ഇല്ലേ ഇവിടെ? ഞാൻ കണ്ടില്ല അച്ഛാ. അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ പുറത്തേക്ക് എങ്ങാനും പോയോ? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. ഞങ്ങള് പോകുമ്പോ അകത്ത് കട്ടിലിരിക്കായിരുന്നു അവൻ. ഞാൻ വന്നേ കൊറേ നേരം കോളിംഗ് ബെൽ അടിച്ചു. ആരും തുറന്നില്ല. കുറച്ചു നേരം നിന്നിട്ട് വാതിലൊന്ന് തള്ളി നോക്കി. അത് തുറന്നു വന്നു. ഞാൻ കേറി വാതില് കുറ്റിയിട്ടു. ഇവിടെ ആരും ഉള്ളതായിട്ട് തോന്നിയുമില്ല. അച്ഛനും അങ്ങളും വരുന്നത് വരെ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി. അപ്പോ നിങ്ങളുടെ ശബ്ദം കേട്ട് ഞാൻ ഓടി വന്നതാ. അതാ തുറക്കാൻ താമസിച്ചത്. നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുമ്പോ ഹരി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടല്ലോ. അവനോട് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിയത്. ഫ്ലാസ്കിലുള്ള കാപ്പി കുടിച്ചോളാന്ന് പറഞ്ഞല്ലോ വലിയേട്ടൻ. മോളെ, നീ അകത്ത് നിന്ന് വലിയേട്ടൻ അവിടെ ഉണ്ടോ നോക്ക്. ഉറങ്ങാണെങ്കിൽ പതുക്കെ വിളിച്ചാ മതി കേട്ടോ. ഞെട്ടി ഉണർന്നാൽ അവൻ ചിലപ്പോ ബഹളം ഉണ്ടാക്കും. അകത്തേ പോവാ ശിവ, വാ.
വലിയേട്ടാ വലിയേട്ടാ ആദ്ര ചേച്ചിയും ശിവനങ്ങളും വന്നിട്ടുണ്ട് വലിയേട്ടാ. വലിയേട്ടനെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അമ്പലത്തിൽ നിന്ന് വന്നോ? ആ വന്നു. അവിടെ ആദ്ര ചേച്ചിയും ശിവനങ്ങളും വന്നിട്ടുണ്ട്. ഓ, ആതിരയും വന്നിട്ടുണ്ടോ? ആതിര എന്തിനാ വന്നേ? വെള്ളം കൊണ്ടുവന്നാണോ? അല്ല വലിയേട്ടാ, ശിവനങ്ങളുടെ കൂടെ വന്നതാ. ഓ, അവര് വെറുതെ വന്നതാവൂല്ലേ? ശരി, നടക്ക. മോളെ അനകേ, ഓ അവൻ അകത്തുണ്ടോ? ഉണ്ടച്ചാ, ദാ വരുവാ. ആ ആ, അങ്കിളെ നമസ്കാരം. ഞാനൊന്ന് ഉറങ്ങിപ്പോയി. നിങ്ങൾ വന്നത് അറിഞ്ഞില്ല. ആതിര വളരെ നേരത്തെ വന്ന് ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് കരുതി വാതിലടച്ചിരിക്കുകയായിരുന്നു. അതെയോ? അവള് വന്ന് പലതവണ കോളിംഗ് ബെല്ല് അടിച്ചിട്ടും നീ തുറന്നില്ല എന്ന്. കോളിംഗ് ബെൽ അടിച്ചോ? എന്നിട്ട് ഞാൻ കേട്ടില്ലെങ്കിൽ എന്തൊരു ഉറക്കായിരുന്നിരിക്കും. സോറി. നിങ്ങളുടെ കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാന് ശിവനും ആതിരയും വന്നത്. ഓ, നല്ല കാര്യം. ഞാനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുകൊണ്ട് ആകെ ഒരു മന്ദത. നിങ്ങളിരിക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ ആയിക്കോട്ടെ. അനു, ആതിരക്കെങ്കിലും ചായ എടുക്ക്. ശരി വലിയേട്ടാ. ആ അച്ഛാ, ഒരു മിനിറ്റ്. ആ ഞാനിപ്പോ വരാം. ഓ ഉം. വാ. അച്ഛാ, അച്ഛനോടൊരു കാര്യം പ്രത്യേകം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. എന്താ കാര്യം പറ. കല്യാണത്തിന്റെ ഡീറ്റെയിൽസ് സംസാരിക്കാനാണ് അവര് വന്നതെന്നല്ലേ പറഞ്ഞത്? ആ അതെ. ആതിരനോടൊരു കാര്യം പറഞ്ഞിരുന്നു. അവളുടെ അച്ഛന്റെ ആഗ്രഹം കല്യാണം ഗംഭീരമായി നടത്തണമെന്നാണെന്ന്. അതെന്തോ തമാശ പറഞ്ഞായിരിക്കും. അങ്ങനെ തന്നെയാണ് ഞാനും ആദ്യം കരുതിയത്. പക്ഷേ സംഗതി സീരിയസ് ആണെന്ന് നിശ്ചയ ദിവസം മനസ്സിലായി. എന്ത് മനസ്സിലായി? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. ഇപ്പൊ നമ്മൾ പറയേണ്ടത് കല്യാണം വളരെ സിമ്പിളായി നടത്തണമെന്നാണ്.